ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ പലപ്പോഴും പുറത്തുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഭയങ്ങളും സംശയങ്ങളും പഴയ അനുഭവങ്ങളും തന്നെയാണ്. ഈ സത്യത്തെ അതീവ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ദ മൗണ്ടൻ ഈസ് യു. മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വഭാവം, പല കാര്യങ്ങളിലും നമ്മൾ സ്വയം തടസ്സമാകുന്നതെങ്ങനെ, തടസ്സങ്ങളെ മറികടന്ന് എങ്ങനെ വളർച്ചയിലേക്ക് കടക്കാം എന്നതിനെക്കുറിച്ചെല്ലാം ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കൃതിയാണിത്. മല കീഴടക്കണം എന്നതുകൊണ്ട് പുറത്തുള്ള മലകളല്ല, നമ്മുടെ ഉള്ളിലെ അദൃശ്യമായ മലകളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഓഡിയോ വിശദീകരണത്തിലൂടെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങളെ ലളിതവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമായ ഭാഷയിൽ നാം പരിശോധിക്കുന്നു. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ശീലങ്ങൾ എന്തുകൊണ്ട് രൂപപ്പെടുന്നു, അവയെ തിരിച്ചറിയാനും മാറ്റത്തിനായി ഉപയോഗിക്കാനും എങ്ങനെ കഴിയും, ഇതെല്ലാം ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലെ ആ മലയെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ധൈര്യവും അവബോധവുമാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. ദ മൗണ്ടൻ ഈസ് യു. മനുഷ്യർ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സങ്ങൾ പലപ്പോഴും പുറത്തുള്ള ലോകത്തിൽ നിന്നല്ല വരുന്നത്. അവ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉയരുന്നത്. നമ്മൾ സ്വയം മുന്നോട്ടു പോകാൻ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നാം തന്നെ അറിയാതെ നമ്മുടെ സ്വന്തം മുന്നേറ്റത്തെ തടയുന്ന രീതിയിൽ പെരുമാറുന്നു. ഇതിനെയാണ് സ്വയം അട്ടിമറിക്കൽ അല്ലെങ്കിൽ സെൽഫ് സാബോട്ടേജ് എന്ന് വിളിക്കുന്നത്. ജീവിതത്തിൽ കൂടുതൽ നല്ലതായ ഒരു കാര്യം ആഗ്രഹിക്കുന്നതും അതേസമയം അതിലേക്ക് നീങ്ങുമ്പോൾ ഭയപ്പെടുന്നതും മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. സ്വയം അട്ടിമറിക്കൽ എന്നാൽ ഒരാൾ ബോധപൂർവം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതല്ല, അത് പലപ്പോഴും മനസ്സിന്റെ ആഴത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പഴയ അനുഭവങ്ങളും വിശ്വാസങ്ങളും ഭയങ്ങളും ചേർന്നുണ്ടാകുന്ന ഒരു പ്രതികരണമാണ്. ഒരാൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ അവസരം ലഭിക്കുമ്പോൾ അവരുടെ പഴയ അനുഭവങ്ങൾ ഇത് സുരക്ഷിതമല്ല എന്നൊരു സന്ദേശം നൽകാം. അങ്ങനെ മനസ്സ് അവരെ സംരക്ഷിക്കാനായി ചില പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്നാൽ ആ പ്രവൃത്തികൾ അവരുടെ വിജയത്തെ തടയുന്നവയായി മാറിയേക്കാം. വിജയിക്കാൻ കഴിയുന്ന അവസരം ലഭിച്ചിട്ടും ഒരു വ്യക്തി അത് മാറ്റിവെക്കുന്നത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും വൈകിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ പോലും തകരാറിലാക്കുന്ന രീതിയിൽ പെരുമാറുന്നത്, ഇതെല്ലാം സ്വയം അട്ടിമറിക്കുന്നതാണ്. ഈ പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് പരാജയ ഭയമായിരിക്കാം, ചിലപ്പോൾ വിജയത്തെ തന്നെ ഭയപ്പെടുന്നതായിരിക്കാം. വിജയിച്ചാൽ ജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരും, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ ഉയരും, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു പുതിയ ലോകത്തേക്ക് കടക്കേണ്ടി വരും. ഈ മാറ്റങ്ങൾ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കാം. മനുഷ്യന്റെ മനസ്സ് പരിചിതമായ കാര്യങ്ങളെ സുരക്ഷിതമായി കരുതുന്നു. ഒരു വ്യക്തി വർഷങ്ങളായി പരിചിതമായ ഒരു ജീവിത രീതിയിൽ തുടരുമ്പോൾ ആ ജീവിതം അത്ര തൃപ്തികരമല്ലെങ്കിൽ പോലും സുരക്ഷിതമാണെന്ന് മനസ്സിന് തോന്നാം. പുതിയ വഴികൾ, പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ എല്ലാം മനസ്സിന് അനിശ്ചിതത്വം സൃഷ്ടിക്കും. അങ്ങനെ അനിശ്ചിതത്വം വരുമ്പോൾ മനസ്സ് പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കും. പലർക്കും സ്വപ്നങ്ങൾ വലുതായിരിക്കാം, പക്ഷേ അവരുടെ ആത്മവിശ്വാസം അത്ര ശക്തമായിരിക്കണം എന്നില്ല. ബാല്യകാല അനുഭവങ്ങൾ, പരാജയങ്ങൾ, മറ്റുള്ളവരുടെ വിമർശനം എന്നിവ ഒരാളുടെ മനസ്സിൽ ഞാൻ ഇതിന് യോഗ്യനല്ല എന്ന വിശ്വാസം സൃഷ്ടിച്ചേക്കാം. പിന്നീട് അവർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ പഴയ വിശ്വാസം വീണ്ടും ഉയർന്നു വരും. അങ്ങനെ ഒരാൾ മുന്നോട്ടു പോകാൻ കഴിയാതെ നിൽക്കാം. ഇത്തരം സ്വയം തടസ്സം പലപ്പോഴും ഒരു സന്ദേശമാണ്. അത് നമ്മളുടെ ഉള്ളിൽ പരിഹരിക്കപ്പെടാത്ത ചില വികാരങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയം ബോധമാണ്. ഒരാൾ തന്റെ പെരുമാറ്റം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഈ തിരിച്ചറിവ് തന്നെ മാറ്റത്തിന്റെ ആദ്യപടിയാണ്. എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ മാറ്റാൻ കഴിയൂ. നമ്മൾ ചെയ്യുന്ന പല തെറ്റായ പ്രവൃത്തികളും നമ്മെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മനസ്സിന്റെ ഒരു രീതിയാണ്. പക്ഷേ ആ രീതികൾ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമ്പോൾ അവയെ തിരിച്ചറിഞ്ഞ് പുതിയ രീതികൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പലപ്പോഴും അസ്വസ്ഥതയോടെയാണ് ആരംഭിക്കുന്നത്. ഒരു വ്യക്തി ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിക്കുമ്പോൾ അവൻ ആദ്യം തൻ്റെ ഉള്ളിലെ ഭയങ്ങളെയും പഴയ വിശ്വാസങ്ങളെയും നേരിടേണ്ടി വരും. അതത്ര എളുപ്പമല്ല, എന്നാൽ അതാണ് വളർച്ചയുടെ വഴി.
നമ്മുടെ മുന്നിലുള്ള മല എപ്പോഴും പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ആ മല എന്നത് നമ്മുടെ ഭയങ്ങൾ, സംശയങ്ങൾ, പഴയ വിശ്വാസങ്ങൾ എന്നിവയാണ്. അവയെ മനസ്സിലാക്കുകയും അതിനു മുകളിൽ ഉയരുകയും ചെയ്താൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയൂ. പ്രതിരോധത്തിന്റെ യഥാർത്ഥ കാരണം. ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഒരുതരം പ്രതിരോധം അനുഭവപ്പെടാറുണ്ട്. എന്തെങ്കിലും പുതിയ കാര്യം ആരംഭിക്കാൻ തീരുമാനിച്ചാൽ അതൊഴിവാക്കാൻ മനസ്സ് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തും. ഈ അനുഭവം മനുഷ്യരുടെ ജീവിതത്തിൽ സാധാരണമായ ഒന്നാണ്. ഈ പ്രതിരോധത്തിന്റെ വേരുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതിനെ മറികടക്കാനുള്ള ആദ്യ പടിയാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് അവരുടെ പഴയ ശീലങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വെല്ലുവിളിയാകും. ഒരാൾ വർഷങ്ങളായി ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിന്ന് മാറുന്നതിന് മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും. പുതിയ വഴി എത്ര നല്ലതായാലും അത് പരിചിതമല്ലാത്തതിനാൽ മനസ്സിന് ഒരു ഭയം തോന്നും. ഈ ഭയം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. പലപ്പോഴും അത് ആന്തരികമായ ഒരു അസ്വസ്ഥതയായി മാത്രമേ അനുഭവപ്പെടൂ. ഒരാൾക്ക് തന്റെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിലേക്കായി പ്രവർത്തിക്കുമ്പോൾ തളർച്ചയും സംശയവും തോന്നാം. ആ തോന്നലുകൾ അവരെ പിന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കും. മനുഷ്യന്റെ മനസ്സ് സാധാരണയായി സുരക്ഷിതത്വം തേടുന്ന ഒരു സംവിധാനമാണ്. ജീവിതത്തിൽ ഒരിക്കൽ വേദനയോ നിരാശയോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് അതുപോലുള്ള അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും. അതിനാലാണ് ചിലപ്പോൾ നമ്മൾ പുതിയ അവസരങ്ങൾ ഒഴിവാക്കുന്നത്. അവയിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാം. വിജയിച്ചാൽ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. അതും മനസ്സിനെ ഭയപ്പെടുത്തുന്ന ഒന്നായിരിക്കും. ഈ പ്രതിരോധത്തിന്റെ മറ്റൊരു പ്രധാന കാരണം നമ്മുടെ പഴയ തിരിച്ചറിവാണ്. ഒരാൾ തന്റെ ജീവിതത്തെക്കുറിച്ച് ചില ധാരണകൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും. ഞാൻ ഇത്തരത്തിലുള്ള ഒരാളാണ്, എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ, ഇത് എനിക്ക് സാധിക്കില്ല എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ മനസ്സിൽ പതിഞ്ഞിരിക്കാം. അയാൾ തന്റെ ജീവിതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ പഴയ തിരിച്ചറിവ് അതിനെ തടയാൻ തുടങ്ങും. കാരണം പുതിയ ജീവിതം സ്വീകരിക്കണമെങ്കിൽ പഴയ തിരിച്ചറിവ് മാറ്റേണ്ടി വരും. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ അനുഭവങ്ങളും ശീലങ്ങളും ചേർന്നാണ് രൂപപ്പെടുന്നത്. ഒരു വ്യക്തി തന്റെ ജീവിതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ പഴയ സ്വഭാവങ്ങളിൽ നിന്ന് മാറേണ്ടി വരും. മനസ്സിൽ ഒരു തർക്കം നടക്കും. ഒരു ഭാഗം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും, മറ്റൊരു ഭാഗം പഴയ നിലയിൽ തുടരാൻ ശ്രമിക്കും. ഈ മാനസിക പ്രതിരോധം നമ്മെ തടയാനല്ല, നമ്മെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് അത് നമ്മെ സുരക്ഷിതമായി നിലനിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും അതിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകാം. ഒരു വ്യക്തി തന്റെ ഉള്ളിലെ ഈ പ്രതിരോധം മനസ്സിലാക്കുമ്പോൾ അവൻ അതിനെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ തുടങ്ങും. മുമ്പ് അത് ഒരു ശത്രുവായി തോന്നിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഒരു സന്ദേശമായി തോന്നും. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ചില വികാരങ്ങളുണ്ടെന്ന് അത് സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ പ്രതിരോധത്തെ നേരിടേണ്ടത് അനിവാര്യമാണ്. അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനു പകരം അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. എന്താണ് നമ്മെ ഭയപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്? എന്താണ് നമ്മെ പിന്നോട്ട് വലിക്കുന്നത്? ഇവയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ സത്യം കണ്ടെത്തും. ഇങ്ങനെ സ്വയം മനസ്സിലാക്കുന്ന പ്രക്രിയയിലൂടെയാണ് മനുഷ്യൻ യഥാർത്ഥ മാറ്റം അനുഭവിക്കുന്നത്. പുറം ലോകത്തിലെ സാഹചര്യങ്ങൾ മാറിയാൽ മാത്രം ജീവിതം മാറില്ല. നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളും വികാരങ്ങളും മാറുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ഓരോ മനുഷ്യനും ഒരു ഘട്ടത്തിൽ ഈ പ്രതിരോധത്തെ നേരിടേണ്ടി വരും. എന്നാൽ അതിനെ മനസ്സിലാക്കി അതിനു മുകളിൽ ഉയരാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നത്. ഈ യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാൻ തുടങ്ങും. ഇതാണ് വ്യക്തിപരമായ വളർച്ചയുടെ യഥാർത്ഥ തുടക്കം. ഞാൻ മോശമാണ് എന്ന തെറ്റിദ്ധാരണ. നമ്മൾ പലപ്പോഴും നമ്മുടെ ചില ഭാഗങ്ങളെ തകരാറുള്ളത് എന്നോ ശരിയല്ലാത്തത് എന്നോ കരുതുന്നു. ജീവിതത്തിൽ സംഭവിച്ച ചില പരാജയങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച വിമർശനങ്ങൾ, അല്ലെങ്കിൽ സ്വയം അനുഭവിച്ച നിരാശകൾ, ഇതൊക്കെയാകാം ആ ചിന്താഗതിക്ക് പിന്നിൽ. ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്തും. എന്നിൽ എന്തോ തെറ്റുണ്ട്,
ഈ ധാരണ പലർക്കും വളരെ ആഴത്തിൽ പതിഞ്ഞിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നാം തകരാറുള്ളവരല്ല, മറിച്ച് മനസ്സിലാക്കപ്പെടാത്തവരാണ്. നമ്മൾ അനുഭവിക്കുന്ന പല വികാരങ്ങളും ഭയങ്ങളും ആശങ്കകളും നമ്മളെ ദോഷകരമായി ബാധിക്കുന്നത് പോലെ തോന്നാം. എന്നാൽ അവയ്ക്ക് പിന്നിൽ സാധാരണയായി ഒരു കാരണമുണ്ടാകും. മനുഷ്യന്റെ മനസ്സ് അവനെ സംരക്ഷിക്കാനാണ് പല പ്രതികരണങ്ങളും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ തെറ്റായി കരുതുന്ന പെരുമാറ്റങ്ങൾ പോലും ഒരു വിധത്തിൽ നമ്മെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമാകാം. ഒരു വ്യക്തിയുടെ ബാല്യകാല അനുഭവങ്ങൾ അവന്റെ ആത്മവിശ്വാസത്തെയും ലോകത്തെ കാണുന്ന രീതിയെയും ആഴത്തിൽ സ്വാധീനിക്കും. ഒരാൾ നിരന്തരം വിമർശനം കേട്ട് വളർന്നാൽ അവൻ പിന്നീട് ജീവിതത്തിൽ ഏതു കാര്യത്തിലും തനിക്ക് മതിയായ കഴിവില്ലെന്ന് വിശ്വസിക്കും. ഒരാൾക്ക് പലപ്പോഴും നിരാശകൾ നേരിടേണ്ടി വന്നാൽ അവൻ പുതിയ അവസരങ്ങളെ പോലും സംശയത്തോടെ കാണാൻ തുടങ്ങും. ഈ പ്രതികരണം അവന്റെ മനസ്സ് ലോകത്തെ നേരിടാൻ രൂപപ്പെടുത്തിയ ഒരു പ്രതിരോധമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ വികാരങ്ങളെ ശത്രുവായി കാണാൻ ശ്രമിക്കുന്നു. ദുഃഖം, ഭയം, അസൂയ, കോപം തുടങ്ങിയ വികാരങ്ങൾ വരുമ്പോൾ അവയെ ഉടൻ മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ ഈ വികാരങ്ങൾ മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗങ്ങളാണ്. അവ നമ്മളെ എന്തെങ്കിലും അറിയിക്കാൻ ശ്രമിക്കുന്ന സന്ദേശങ്ങളാണ്. ഭയം ചിലപ്പോൾ നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. ദുഃഖം നമ്മളെ നഷ്ടപ്പെട്ടതിന്റെ വില മനസ്സിലാക്കാൻ സഹായിക്കും. കോപം പോലും ചിലപ്പോൾ നമ്മൾ നേരിടുന്ന അനീതിയെ തിരിച്ചറിയാൻ സഹായിക്കാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ തകരാറ് എന്ന് കാണുന്നതിനു പകരം അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ധാരണ മാറ്റാൻ തുടങ്ങും. ആ നിമിഷം മുതൽ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന പതിവിൽ നിന്ന് പതുക്കെ മാറിത്തുടങ്ങും. ഒരു വ്യക്തി തന്റെ ഉള്ളിലെ വികാരങ്ങളെ അംഗീകരിക്കുമ്പോൾ അവൻ തന്റെ ജീവിതത്തിൽ കൂടുതൽ സമാധാനം അനുഭവിക്കാൻ തുടങ്ങും. കാരണം അവൻ ഇനി തന്റെ ദുരനുഭവങ്ങളെ ശത്രുവായി കാണുന്നില്ല, മറിച്ച് തന്റെ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളായി മാറുന്നു. ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വ്യക്തിപരമായ വളർച്ച ആരംഭിക്കുന്നത് ഈ തിരിച്ചറിവിലാണ്. പലർക്കും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം അവർ തങ്ങളെ തന്നെ തകരാറുള്ളവരായി കാണുന്നതുകൊണ്ടാണ്. ഒരാൾക്ക് ഞാൻ ശരിയല്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ അവൻ വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മനസ്സിൽ ഒരു സംശയമുണ്ടാകും. എനിക്കിത് സാധിക്കുമോ എന്ന ചോദ്യത്തേക്കാൾ എനിക്ക് ഇതിന് അർഹതയുണ്ടോ എന്ന ചോദ്യമാണ് അവനെ അലട്ടുക. ഈ ചിന്തകൾ അവന്റെ ആത്മവിശ്വാസത്തെ കുറയ്ക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യം ഇതാണ്: മനുഷ്യൻ നിരന്തരം മാറുകയും വളരുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഇന്ന് ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങളായിരിക്കാം. പക്ഷേ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങളാണ്. അതിനാൽ ഒരാൾക്ക് തന്റെ ജീവിതം മാറ്റാനുള്ള കഴിവ് എപ്പോഴും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ വളർച്ച നേടാൻ ആദ്യം നമ്മൾ നമ്മളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വിട്ടുകളയണം. നമ്മൾ തകരാറുള്ളവരല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ അനുഭവങ്ങൾ നമ്മെ രൂപപ്പെടുത്തുന്നു, പക്ഷേ അവ നമ്മെ പൂർണ്ണമായി നിർവചിക്കുന്നില്ല. ഒരാൾ തന്റെ കഥയെ പുതിയ രീതിയിൽ കാണാൻ തുടങ്ങുമ്പോൾ അവൻ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും മാറ്റാൻ തുടങ്ങും. മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു തകരാറുമില്ല. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും മനസ്സിലാക്കപ്പെടാത്ത വികാരങ്ങളുടെ ഫലമാണ്. അവയെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ അവ തന്നെ നമ്മളെ ശക്തരാക്കുന്ന ഒരു വഴിയായി മാറും. അങ്ങനെ ഒരാൾ തന്റെ ജീവിതത്തിലെ മല എന്ന പ്രതിബന്ധത്തെ ഭയക്കാതെ അതിനെ മറികടക്കാനുള്ള ധൈര്യം നേടാൻ തുടങ്ങും. വികാരങ്ങളെ മനസ്സിലാക്കുന്ന കഴിവ് മനുഷ്യ ജീവിതത്തെ നയിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നാണ് വികാരങ്ങൾ. പലപ്പോഴും നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ ബുദ്ധിപൂർവം എടുക്കുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ വികാരങ്ങൾ അതിൽ വലിയ പങ്ക് വഹിക്കുന്നു. സന്തോഷം, ഭയം, പ്രതീക്ഷ, നിരാശ, കോപം ഇതെല്ലാം മനുഷ്യന്റെ അനുഭവങ്ങളുടെ ഭാഗമാണ്. എന്നാൽ പലരും ഈ വികാരങ്ങളെ മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല. നമ്മൾ വളരുമ്പോൾ ചില വികാരങ്ങൾ ശരിയാണ് എന്നും ചിലത് തെറ്റാണ് എന്നും പഠിപ്പിക്കപ്പെടുന്നു. സന്തോഷം, ആവേശം എന്നിവ നല്ലതായാണ് കാണപ്പെടുന്നത്. എന്നാൽ ദുഃഖം, ഭയം, കോപം എന്നിവയെ പലപ്പോഴും ഒഴിവാക്കേണ്ടതായ വികാരങ്ങളായി കാണുന്നു. ഇതിന്റെ ഫലമായി നമ്മൾ നമ്മുടെ യഥാർത്ഥ വികാരങ്ങളെ അടക്കി വെക്കാൻ തുടങ്ങും.
ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടുന്നതിനു പകരം അത് മറക്കാൻ ശ്രമിക്കും. എന്നാൽ വികാരങ്ങളെ അടക്കി വെക്കുന്നത് അവയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവ മനസ്സിന്റെ ആഴത്തിൽ തുടരുകയും പിന്നീട് മറ്റൊരു രൂപത്തിൽ പുറത്തു വരികയും ചെയ്യും. ചിലപ്പോൾ അത് ആശങ്കയായും, ചിലപ്പോൾ കോപമായും, ചിലപ്പോൾ സ്വയം തടസ്സമായും മാറാം. അതിനാൽ വികാരങ്ങളെ അവഗണിക്കുന്നത് പ്രശ്നത്തിന് പരിഹാരമല്ല. വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവിനെ സാധാരണയായി ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ്. ഒരാൾക്ക് തന്റെ വികാരങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവൻ അവയെ നിയന്ത്രിക്കാൻ കൂടുതൽ കഴിവുള്ളവനാകും. ഒരു വ്യക്തി കോപം അനുഭവിക്കുമ്പോൾ അതിന്റെ പിന്നിലെ കാരണം അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ പല കാര്യങ്ങളും തിരിച്ചറിയും. ചിലപ്പോൾ അത് ഒരു നിരാശയുടെ ഫലമായിരിക്കും, ചിലപ്പോൾ അത് പരിഗണിക്കപ്പെടാത്തതിന്റെ വേദനയായിരിക്കും. ഈ തിരിച്ചറിവുണ്ടായാൽ ആ വികാരത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇത് ജീവിതത്തിലെ പല മേഖലകളിലും വലിയ മാറ്റം സൃഷ്ടിക്കും. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ, ഇവയിലെല്ലാം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കഴിവ് വളർത്തിയാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും കൂടുതൽ വ്യക്തമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിനാൽ വികാരങ്ങളെ ശത്രുവായി കാണാതെ അവയെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി കാണണം. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉള്ളിലെ വികാരങ്ങളുമായി സത്യസന്ധമായി ഇടപെടേണ്ടി വരും. അവയെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് താൽക്കാലികമായി ആശ്വാസം നൽകാം, പക്ഷെ ദീർഘകാലത്തിൽ അത് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. അതിനാൽ വികാരങ്ങളെ അംഗീകരിക്കുകയും അവയിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നത് വ്യക്തിപരമായ വളർച്ചയുടെ പ്രധാന ഭാഗമാണ്. വേദനയും വളർച്ചയും. ജീവിതത്തിൽ വേദനയില്ലാത്ത ഒരാളുമില്ല. ഓരോ മനുഷ്യനും ഒരുപാട് ഘട്ടങ്ങളിൽ നിരാശയും നഷ്ടവും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. എന്നാൽ വേദനയെ നമ്മൾ കാണുന്ന രീതിയാണ് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. ചിലർ വേദനയെ ഒരു അവസാനമായി കാണും, മറ്റു ചിലർ അത് ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായും കാണും. വേദന പലപ്പോഴും ഒരു സന്ദേശമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തോ ഒരു കാര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഒരാൾ തന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ കഴിയുമ്പോൾ അത് ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് പറയുന്ന ഒരു അടയാളമായിരിക്കാം. ഒരാൾ ഒരു ബന്ധത്തിൽ നിരന്തരം വേദന അനുഭവിക്കുകയാണെങ്കിൽ അത് ആ ബന്ധത്തെ പുനഃപരിശോധിക്കേണ്ട സമയമെത്തി എന്ന് സൂചിപ്പിക്കാം. മനുഷ്യർ സാധാരണയായി വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത് സ്വാഭാവികമാണ്. എന്നാൽ വേദനയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ വളർച്ച തടയുന്നു. കാരണം പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വേദനയുടെ സമയങ്ങളിലാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തി വലിയൊരു പരാജയം നേരിടുമ്പോൾ ആദ്യം അത് വളരെ കഠിനമായ അനുഭവമായി തോന്നും. പക്ഷെ പിന്നീട് അത് അവനെ കൂടുതൽ ശക്തനാക്കാൻ സഹായിച്ചിരിക്കാം. ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകളും അനുഭവങ്ങളും പലപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. വേദന നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നിർബന്ധിതരാക്കും. സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോകും. എന്നാൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ തുടങ്ങും. ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഉയരും. ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മളെ പുതിയ വഴിയിലേക്ക് നയിക്കും. ഒരാൾ തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്ന പല അവസരങ്ങളും ഇത്തരത്തിലുള്ള വേദനയുടെ അനുഭവങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അതിനാൽ വേദന എല്ലായ്പ്പോഴും ദോഷകരമായ ഒന്നല്ല. അത് ഒരു രൂപാന്തരത്തിന്റെ തുടക്കമായിരിക്കാം. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളെ തകർക്കാനല്ല, പലപ്പോഴും നമ്മളെ മാറ്റാനാണ് വരുന്നത്. അവയെ മനസ്സിലാക്കി അവയിൽ നിന്ന് പഠിക്കാൻ കഴിയുമ്പോൾ അവ നമ്മെ കൂടുതൽ ശക്തരാക്കും. അങ്ങനെ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ മല എന്ന വലിയ വെല്ലുവിളിയെ ഭയപ്പെടാതെ അതിനെ കയറാനുള്ള ധൈര്യം കണ്ടെത്തും. മാറ്റത്തിന്റെ ഇടയിലുള്ള കാലഘട്ടം. പലപ്പോഴും നമ്മൾ ഒരു പഴയ അവസ്ഥയിൽ നിന്നും മാറി പുതിയ ജീവിതത്തിലേക്ക് എത്തുന്നതിനിടയിൽ ഒരു കാലഘട്ടം ഉണ്ടാകും. ഈ ഘട്ടം പലർക്കും വളരെ ആശയക്കുഴപ്പമുള്ള സമയമായി തോന്നാം. പഴയ ജീവിതം ഇനി അത്ര ശരിയായതായി തോന്നില്ല, എന്നാൽ പുതിയ ജീവിതം ഇപ്പോഴും വ്യക്തമായി രൂപപ്പെട്ടിട്ടില്ല. ഈ ഇടയിലുള്ള കാലഘട്ടത്തിൽ മനുഷ്യർ പലപ്പോഴും അനിശ്ചിതത്വം അനുഭവിക്കും. മുമ്പ് നമ്മൾ പിന്തുടർന്നിരുന്ന ശീലങ്ങളും ചിന്തകളും ഇപ്പോൾ മാറി തുടങ്ങും.
എന്നാൽ പുതിയ ശീലങ്ങൾ ഇപ്പോഴും സ്ഥിരമായി രൂപപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഫലമായി ഒരു ശൂന്യതയുടെ അനുഭവം ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടും. ഈ കാലഘട്ടം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് വളർച്ചയുടെ പ്രധാന ഘട്ടമാണ്. ഒരു വ്യക്തി പഴയ രീതികളിൽ നിന്ന് മാറുമ്പോൾ അവൻ തന്റെ ജീവിതത്തെ പുതിയ രീതിയിൽ പുനർനിർമ്മിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതിന് സമയം ആവശ്യമാണ്. ഈ സമയം ക്ഷമയും ആത്മവിശ്വാസവും ആവശ്യപ്പെടുന്നു. പലർക്കും ഈ കാലഘട്ടത്തിൽ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാനുള്ള ആഗ്രഹമുണ്ടാകും. കാരണം പഴയത് അത്ര നല്ലതല്ല എങ്കിലും പരിചിതമാണ്. അത് സന്തോഷകരമല്ലെങ്കിലും മനസ്സിന് സുരക്ഷിതമെന്നു തോന്നും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുന്നോട്ടു പോകാനുള്ള ധൈര്യം നിലനിർത്തുക എന്നതാണ്. കാരണം ഈ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടം കടന്നുപോയാൽ മാത്രമേ പുതിയ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകൂ. ഇത് പ്രകൃതിയിലെ പല മാറ്റങ്ങളുമായി താരതമ്യം ചെയ്യാവുന്നതാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ നിന്ന് മുളച്ചു വരും മുമ്പ് അത് ഒരുപാട് കാലം നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വളരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നാം, എന്നാൽ അകത്ത് വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലെ മാറ്റങ്ങളും ചിലപ്പോൾ പുറത്തുനിന്ന് കാണാനാവാത്ത രീതിയിൽ നടക്കും. ഇത്തരം ഇടയിലുള്ള കാലഘട്ടം നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്, എന്താണ് നമ്മെ തടയുന്നത്, ഇവയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കാൻ ഈ സമയം സഹായിക്കും. അതിനാൽ ഈ ഘട്ടത്തെ ഭയക്കേണ്ടതില്ല, മറിച്ച് അത് വളർച്ചയുടെ സ്വാഭാവിക ഭാഗമാണെന്ന് മനസ്സിലാക്കണം. വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഭയം. മനുഷ്യർ സാധാരണയായി പരാജയത്തെ മാത്രം ഭയപ്പെടുന്നു എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പലർക്കും വിജയത്തെയും ഭയമുണ്ട്. ഇത് ആദ്യം കേൾക്കുമ്പോൾ അത്ഭുതകരമായി തോന്നാം, എന്നാൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയും. പരാജയം നമ്മെ വേദനിപ്പിക്കാം, അതുകൊണ്ട് തന്നെ അത് ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ വിജയം ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വിജയിച്ചാൽ ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാം, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ ഉയരാം, നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരും. ഈ മാറ്റങ്ങൾ ചിലരെ ഭയപ്പെടുത്തുന്നതായിരിക്കും. ഒരു വ്യക്തി വിജയത്തിലെത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കാണാം. പഴയ ബന്ധങ്ങൾ പോലും വ്യത്യസ്തമായി മാറാം. ചിലപ്പോൾ മറ്റുള്ളവർ അസൂയ പ്രകടിപ്പിക്കാം, മുമ്പുണ്ടായിരുന്ന ജീവിത രീതിയിൽ തുടരാൻ കഴിയാതെയും ഇരിക്കാം. ഇതെല്ലാം മനസ്സിന് ഒരു ആശങ്ക സൃഷ്ടിക്കും. ഈ ആശങ്കകൾ കൊണ്ടുതന്നെ ചിലപ്പോൾ ആളുകൾക്ക് വലിയ അവസരങ്ങൾ ലഭിച്ചാലും അവർ അവയെ പൂർണ്ണമായി ഉപയോഗിക്കാതെ പോകും. അവർ അനായാസമായി ചില തെറ്റുകൾ ചെയ്യുകയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇത് സ്വയം തടസ്സത്തിന്റെ മറ്റൊരു രൂപമാണ്. ഈ ഭയം പലപ്പോഴും ആത്മവിശ്വാസത്തിന്റെ കുറവിൽ നിന്നാണ് വരുന്നത്. ഒരാൾക്ക് തന്റെ കഴിവുകളിൽ വിശ്വാസമില്ലെങ്കിൽ വിജയിച്ചാൽ പോലും അത് നിലനിർത്താൻ കഴിയുമോ എന്ന സംശയമുണ്ടാകും. അതിനാൽ മനസ്സ് സുരക്ഷിതമായ ഒരു വഴി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. ശരാശരിയായി തുടരുന്നതാണ് സുരക്ഷിതത്വം എന്ന ചിന്ത വരും. ഈ ഭയത്തെ മറികടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയം വിശ്വാസം വളർത്തുക എന്നതാണ്. വിജയം എന്നത് പൂർണ്ണതയല്ല, അത് ഒരു യാത്രയാണ്. ഒരു വ്യക്തി വിജയിച്ചാൽ അവൻ എല്ലാം അറിയുന്നവനായി മാറുന്നില്ല, മറിച്ച് അവൻ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ തന്റെ ഭയങ്ങളെ തിരിച്ചറിയുമ്പോൾ അവയെ നിയന്ത്രിക്കാൻ കൂടുതൽ കഴിവുള്ളവനാകും. വിജയത്തെ ഭയപ്പെടുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരു സ്വാഭാവിക പ്രതികരണമാണെന്ന് തിരിച്ചറിയും. പിന്നെ ആ ഭയം നമ്മളെ തടയുന്ന ഒന്നല്ല, മറിച്ച് നമ്മളെ വിജയത്തിനായി തയ്യാറാക്കുന്ന ഒരു അനുഭവമായി മാറും. ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഭയങ്ങളെല്ലാം നേരിടേണ്ടി വരും. പരാജയ ഭയവും വിജയഭയവും ഒരുപോലെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകാം. എന്നാൽ അവയെ മനസ്സിലാക്കി മുന്നോട്ടു പോകുമ്പോൾ അതാണ് വ്യക്തിപരമായ വളർച്ചയുടെ യഥാർത്ഥ വഴി. തിരിച്ചറിവിന്റെ പുനർനിർമ്മാണം. മനുഷ്യൻ ജീവിതത്തിൽ വളരാൻ തുടങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ പുറത്തുനിന്നു കാണുന്ന ചെറിയ കാര്യങ്ങളല്ല. അവ വ്യക്തിയുടെ സ്വഭാവത്തെയും ചിന്തകളെയും ജീവിതത്തെ കാണുന്ന രീതിയെയും മാറ്റുന്നു. അതിനാൽ ഒരാൾ വളരുമ്പോൾ അവൻ തന്റെ പഴയ തിരിച്ചറിവിനെ വീണ്ടും പരിശോധിക്കേണ്ടി വരും. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് ചില സ്ഥിരമായ ധാരണകൾ ഉണ്ടാക്കുന്നു. ഞാൻ ഇങ്ങനെയൊരാളാണ്, എനിക്ക് ഇത്രയേ സാധിക്കൂ, എനിക്കിത് സാധിക്കില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ഒരു പരിധിക്കുള്ളിൽ നിർത്തും.
എന്നാൽ ജീവിതം മാറുമ്പോൾ ഈ പഴയ ധാരണകൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി യോജിക്കുന്നതാകില്ല. അതിനാൽ നമുക്ക് പുതിയൊരു തിരിച്ചറിവ് രൂപപ്പെടുത്തേണ്ടി വരും. ഈ പ്രക്രിയ എളുപ്പമല്ല, കാരണം പഴയ തിരിച്ചറിവ് നമ്മൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്നതാണ്. അത് നമ്മുടെ ശീലങ്ങളിലും ചിന്തകളിലും ബന്ധങ്ങളിലും വരെ പ്രതിഫലിക്കുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതം മാറ്റാൻ തീരുമാനിക്കുമ്പോൾ അവൻ ഈ പഴയ ധാരണകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പുതിയ തിരിച്ചറിവ് നിർമ്മിക്കുന്നത് ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ്. ഒരാൾ ദിവസേന എടുക്കുന്ന തീരുമാനങ്ങൾ പതുക്കെ അവന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. ഒരു വ്യക്തി കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ തന്റെ കഴിവുകളെക്കുറിച്ചുള്ള പഴയ സംശയങ്ങളെ വിട്ടുകളയാൻ തുടങ്ങും. ഇത് ഒരു പുനർനിർമ്മാണ പ്രക്രിയയാണ്. പഴയ വീടിനെ പൊളിച്ച് പുതിയ വീട് പണിയുന്നത് പോലെ മനുഷ്യൻ തന്റെ ജീവിതത്തെ പുതിയ രീതിയിൽ പണിയുന്നു. ഈ പ്രക്രിയയിൽ ചിലപ്പോൾ ആശങ്കയും അനിശ്ചിതത്വവും ഉണ്ടാകും, പക്ഷേ അതാണ് വളർച്ചയുടെ സ്വാഭാവിക ഭാഗം. മനുഷ്യൻ തന്റെ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്റെ തിരിച്ചറിവിനെ പുതുക്കണം. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ ജീവിതത്തിലെ പല സാധ്യതകളും തുറക്കാൻ തുടങ്ങും. ആത്മവിശ്വാസം കണ്ടെത്തുക. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് ആത്മവിശ്വാസം. ഒരാൾക്ക് തന്റെ കഴിവുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ അവന് ഏത് വലിയ വെല്ലുവിളിയെയും ധൈര്യത്തോടെ നേരിടാൻ കഴിയും. എന്നാൽ ചില അനുഭവങ്ങൾ ഈ വിശ്വാസത്തെ ദുർബലമാക്കാം. ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, നിരാശകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിമർശനം, ഇതെല്ലാം ആത്മവിശ്വാസത്തെ തകർത്തേക്കാം. ഒരാൾ പലതവണ ശ്രമിച്ചിട്ടും വിജയിക്കാതെ പോയാൽ അവൻ എനിക്കിത് സാധിക്കില്ല എന്ന ധാരണയിലെത്താം. ഈ ചിന്ത അവന്റെ ഭാവിയിലുള്ള തീരുമാനങ്ങളെയും സ്വാധീനിക്കും. ആത്മവിശ്വാസം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒരു ഗുണമല്ല, അത് രൂപപ്പെടുന്ന ഒന്നാണ്. ഒരാൾ ചെറിയ വിജയങ്ങൾ അനുഭവിക്കുമ്പോൾ അവന്റെ ആത്മവിശ്വാസം വളരും. അതുപോലെ തന്നെ തന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കൂടുതൽ ശക്തനാകും. ആത്മവിശ്വാസം വളർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സ്വയം സത്യസന്ധനായിരിക്കുക എന്നതാണ്. ഒരാൾ തന്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുമ്പോൾ അവന് യാഥാർത്ഥ്യബോധത്തോടെ മുന്നോട്ടു പോകാൻ കഴിയും. ഇത് അവനെ കൂടുതൽ സ്ഥിരതയുള്ളവനാക്കും. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല. ചിലപ്പോൾ തെറ്റുകളും സംഭവിക്കും. എന്നാൽ അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ ഇല്ലാതാകുന്നില്ല. തെറ്റുകൾ മനുഷ്യന്റെ പഠന പ്രക്രിയയുടെ ഭാഗമാണ്. അവയിൽ നിന്ന് പഠിക്കുമ്പോൾ അവ തന്നെ നമ്മുടെ ശക്തിയായി മാറും. അതിനാൽ ആത്മവിശ്വാസം കണ്ടെത്തുക എന്നത് ജീവിതത്തിലെ ഒരു പ്രധാന പ്രക്രിയയാണ്. ഒരാൾ തന്റെ കഴിവുകളിൽ വിശ്വാസം സ്ഥാപിക്കുമ്പോൾ അവൻ ജീവിതത്തിലെ വലിയ അവസരങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകും. സ്വയം നിയന്ത്രണത്തിന്റെ മാർഗങ്ങൾ. മനുഷ്യന്റെ വളർച്ചയുടെ അവസാന ഘട്ടങ്ങളിലൊന്നാണ് സ്വയം നിയന്ത്രണം. ഒരാൾ തന്റെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും മനസ്സിലാക്കി അവയെ ശരിയായ ദിശയിൽ നയിക്കാൻ തുടങ്ങുമ്പോൾ അവൻ തന്റെ ജീവിതത്തെ കൂടുതൽ വ്യക്തമായി നിയന്ത്രിക്കാൻ തുടങ്ങും. ഇത് ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന മാറ്റമല്ല, അത് സ്ഥിരമായ പരിശീലനവും ബോധ്യവുമാണ് ആവശ്യപ്പെടുന്നത്. ഒരാൾ തന്റെ ദൈനംദിന ശീലങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അവയിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഈ ചെറിയ മാറ്റങ്ങൾ പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. സ്വയം നിയന്ത്രണം എന്നത് വികാരങ്ങളെ അടക്കി വെക്കുന്നതല്ല, മറിച്ച് അവയെ മനസ്സിലാക്കി അവയുടെ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഒരാൾക്ക് കോപം വരാം, എന്നാൽ ആ കോപം അവന്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാതിരിക്കുന്നതിനുള്ള ഒരു കഴിവാണ് സ്വയം നിയന്ത്രിക്കുക എന്നത്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അനാവശ്യമായ പ്രതികരണങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരാൾ തന്റെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ അവൻ കൂടുതൽ സമാധാനത്തോടെയും വ്യക്തതയോടെയും ജീവിക്കാൻ തുടങ്ങും. സ്വയം നിയന്ത്രണത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം സ്ഥിരതയാണ്. ഒരാൾ തന്റെ ലക്ഷ്യങ്ങളിലേക്ക് ചെറിയ ചെറിയ ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ അവൻ പതുക്കെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തും. സ്ഥിരതയും ക്ഷമയും ചേർന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാം. മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം പുറത്തുള്ള ലോകത്തെ ജയിക്കുന്നതല്ല, മറിച്ച് തന്റെ ഉള്ളിലെ ലോകത്തെ മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ പലപ്പോഴും പുറത്തുള്ള ലോകത്തല്ല, നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിലാണ് രൂപപ്പെടുന്നത് എന്ന സത്യം ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭയങ്ങളും
പഴയ അനുഭവങ്ങളും നെഗറ്റീവ് ചിന്തകളും നമ്മെ പിന്നോട്ട് വലിക്കുമ്പോഴും അവയെ തിരിച്ചറിയുകയും സ്വയം മനസ്സിലാക്കുകയും ചെയ്താൽ അതേ അനുഭവങ്ങൾക്ക് തന്നെ നമ്മെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലുള്ള ആ മലയെ തിരിച്ചറിഞ്ഞ് അതിനെ കീഴടക്കാനുള്ള ധൈര്യവും ആത്മബോധവും നേടുന്നതാണ് ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.